വീണ്ടും നമ്മൾ പപ്പി വീഡിയോ ആയിട്ടാണോ വന്നതെന്നൊന്നും ഓർത്തേക്കല്ലേ. നമ്മളന്ന് ഇൻട്രോ വീഡിയോ എടുത്തില്ലായിരുന്നു, അതിൻ്റെ ബാക്കിയായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അന്ന് ഒന്നിച്ച് വീഡിയോ ആക്കാമെന്ന് ഓർത്താണ് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തേട്ടോ. പക്ഷെ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഇൻട്രോ തന്നെ ഒരു വീഡിയോക്കുള്ള ലെങ്ത് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഭാഗം കൂടി ഉൾക്കൊള്ളിച്ച് കഴിഞ്ഞാൽ കാണുന്നവർക്ക് വല്ലാണ്ട് ബോറടിക്കൂലേ. അതോർത്ത് ഞാനിങ്ങനെ പാർട്ട് 1ഉം 2ഉം ആക്കി മാറ്റിയതാണ് കേട്ടോ. അപ്പം ഇൻട്രോ ഒക്കെ പറഞ്ഞ് ക്ഷീണം മാറ്റിയാണ് ഏട്ടന്മാരും അനിയത്തിയും കൂടെ. ഇതൊന്നും അല്ല, ഒരു പ്രധാനപ്പെട്ട കാര്യം വേറെ പറയാണ്ട് കേട്ടോ. സംഭവം വേറെ ഒന്നുമല്ല, നമ്മൾ ഇൻട്രോയിൽ നമ്മുടെ പപ്പിയുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മണിക്കുട്ടിന്ന്. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് നമുക്ക് ആ പേര് മാറ്റേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അതും വേറെ ഒന്നുമല്ല, എൻ്റെ അനിയത്തിയുടെ ഉണ്ണിയുടെ പേര് മണിക്കുട്ടിയാണ് എന്ന് ഞാൻ കഴിഞ്ഞ ഇൻട്രോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണി വീട്ടിൽ നല്ല വഴക്കുണ്ടാക്കുകയാണ് അത്ര. വല്യമ്മയ്ക്ക് വേറെ ഒരു പേരും കിട്ടിയില്ലേ, എൻ്റെ പേര് മാത്രമേ കിട്ടിയുള്ളൂ പട്ടിക്കുട്ടിക്ക് ഇടാനായിട്ട്. അവളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പൂച്ചയുടെ പേര് മണിക്കുട്ടിന്നാണ്. അപ്പോൾ ഈ പൂച്ചയ്ക്കും പട്ടിക്കൊക്കെ അവളുടെ പേര് വെച്ചപ്പോൾ അവൾക്കത് അത്ര അങ്ങോട്ട് പിടിച്ചിട്ടില്ല കേട്ടോ. മാത്രമല്ല നമ്മുടെ പപ്പിയുടെ ചേച്ചി പെണ്ണ് പറഞ്ഞു, എന്താ മേമ ഇങ്ങനെ നാടൻ പേര്, മണിക്കുട്ടി, ചക്കി ഇങ്ങനെയൊക്കെയാണോ വെക്കുക? ഞങ്ങൾ കുറച്ച് മോഡേൺ ആൾക്കാരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ട്രെൻഡായിട്ടുള്ള പേരേ പറ്റുള്ളൂ. എന്നിട്ട് അവൾ കണ്ടെത്തിയ പേര് പിങ്കി എന്നാ. അതും നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, എന്നാലും ചേച്ചി പെണ്ണിട്ട പേരല്ലേ, അപ്പോൾ പിന്നെ അത് മാറ്റണില്ല. മണിക്കുട്ടി എന്നുള്ള പേര് എന്തായാലും മാറ്റുകയും ചെയ്യണം. അപ്പോൾ പിന്നെ നമ്മൾ അവളുടെ പേര് പിങ്കി എന്നാക്കിയിട്ടുണ്ട്. പിങ്കീനെ നമുക്ക് പിങ്കൂസെ വിളിക്കാം, പെൺകുട്ടിയെ വിളിക്കാം, പിങ്കുവോ വിളിക്കാം, അങ്ങനെ പലതും വിളിക്കാം അല്ലേ. പിങ്കു ജനിച്ചിട്ട് ഇതുവരെ കുളിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ് കേട്ടോ. എന്തായാലും ഈ മഴയും തണുപ്പും നിലനിൽക്കെ നമുക്ക് അവളെ കുളിപ്പിക്കാനും പറ്റില്ല. മെല്ലെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അവളെ കുളിപ്പിച്ച് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ തുടച്ച് ക്ലീൻ ചെയ്യാറുണ്ട്, പക്ഷെ അവളെ റാബിറ്റ് ബൊമ്മയെ ഞാനൊന്ന് കുളിപ്പിച്ച് മെനയാക്കി എടുത്തിട്ടുണ്ട്. പിങ്കുവിനെ അടുക്കളയിലേക്ക് കയറ്റണ്ടെന്ന് ഓർത്ത് ഞാൻ വാതിലടച്ച് വെച്ചാണ് കേട്ടോ. പക്ഷെ അവള് സമ്മതിക്കണേ ഇല്ല. ഇവരെല്ലാവരും കോലായത്ത് കളിക്കുകയാണ്, പക്ഷെ ഞാൻ മാത്രം അടുക്കളയിലല്ലേ. അപ്പം ഇടയ്ക്കിടയ്ക്ക് അടുക്കളയുടെ വാതിലിൻ്റെ അവിടെ വന്ന് കരയുകയാണ് അടുക്കളയിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. പിങ്കുവിനോട് എൻ്റെ ഇഷ്ടവും സ്നേഹവും ഒക്കെ കൂടുന്നത് കണ്ട് അച്ഛൻ ആദ്യം ഒരു കുഞ്ഞ് കംപ്ലൈൻറ്റ്, അമ്മ പിങ്കുവിനെ മാത്രമേ ഇനി നോക്കുള്ളൂ, ഞങ്ങൾക്കൊന്നും ഉണ്ടാക്കി തരും നോക്കണമൊന്നും ഇല്ലേന്ന്. ഓർക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും വായ ദൂരെ തിന്നാൻ കിട്ടണ്ടേ, അതിന് വേണ്ടി ചോദിച്ചാണ് കേട്ടോ. അപ്പം ഞാൻ ഓരോരുത്തർ പറയുമായിരുന്നു, നിങ്ങളെ നോക്കാണ്ട് പിങ്കുവിനെയും പിങ്കുവിനെ നോക്കാണ്ട് നിങ്ങളെയും ഞാൻ നോക്കൂല. ഇപ്പോൾ വല്ലതും മനസ്സിലായി വെച്ചപ്പോൾ രണ്ടാളും കുറച്ച് നേരം അന്തപ്പെട്ട് നിന്നു. പിന്നെ അങ്ങോട്ട് പോയി, കത്തിയിട്ടാണോ കത്താതെയാണോ പോയെന്ന് ഒരു പിടുത്തമില്ല. അപ്പം അവരത് ചൂടോടെ കഴിക്കാൻ വേണ്ടി കൊലായത്ത് പോയിരിക്കുകയാണ്. ഞാനാണേ നാളെ രാവിലെ ഉണ്ണിയൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരിക്ക് വേണ്ടി ബീട്രൂട്ടൊക്കെ നന്നാക്കി ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും കത്തി തീരെ മൂർച്ച ഉണ്ടായിരുന്നില്ല. അപ്പോൾ കത്തിയൊക്കെ മൂർച്ച കൂട്ടാനായിട്ട് കെട്ടിയോ കൊണ്ടുവന്നിട്ടുള്ള സാധനമാണിത്. അപ്പോൾ അത് വെച്ച് കത്തിയൊക്കെ നന്നായി മൂർച്ച കൂട്ടിയിട്ടുണ്ട്. ഉണ്ണിയുള്ളടുത്ത് ഞാൻ പുട്ട് കഴിയണ വരെ കുറച്ച് നേരം വേണേ TV ഉണ്ടോ, അത് കഴിഞ്ഞാൽ പിന്നെ പഠിക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ മെല്ലെ മെല്ലെ കഴിച്ചുകൊണ്ടിരിക്കുന്നു, അത്രയും നേരം കൂടെ കൊലായിത്തിരിക്കാമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഒരു സമയമുണ്ട്, ആ സമയം കഴിഞ്ഞിട്ട് തിന്നുകയാണെങ്കിൽ ഞാൻ TV ഓഫാക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പെൺകുട്ടി കൊലായത്തിൽ കൂടെ നടക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും കെട്ടിയോ വന്നേ. ഏട്ടനെ കണ്ടപ്പോൾ ഓടിച്ചെല്ല, പിന്നെയും എൻ്റെ അടുത്തേക്ക് തന്നെ വരും, ഏട്ടൻ വിളിച്ചാൽ പിന്നെയും ഓടിച്ചെല്ലും. അങ്ങനെ കുറച്ച് നേരം ഏട്ടൻ്റെ കൂടെ കളിക്കുകയാണ് കേട്ടോ. ചുറ്റം പറയുകയാണ്, ഇനി അച്ചയുടെ വണ്ടിയുടെ ഒച്ചയിട്ട് കഴിഞ്ഞാൽ എൻ്റെ ഏട്ടയുടെയും പോലെ പെൺകുട്ടി ഓടി വരില്ല അമ്മ, അപ്പോൾ പിങ്കുവിന് അച്ഛൻ എന്തെങ്കിലും തിന്നാൻ കൊണ്ടുപോകുന്നു. ഞാൻ പറഞ്ഞു, ഇത്തിരി വലുതായി പിങ്കു എല്ലാം കഴിക്കാനൊക്കെ ആയിക്കഴിഞ്ഞാൽ അവൾക്കും കൊടുന്ന് കൊടുക്കുക, പക്ഷെ ഇപ്പം നിങ്ങൾ തിന്നുന്നത് പോലും അവൾക്ക് കൊടുക്കരുത്, കുഞ്ഞി കുട്ടിയല്ലേ. ഇന്നാണ് ഏട്ടൻ ഉണ്ണിയപ്പം കൊണ്ടുവന്നിരുന്നിട്ടാ. ഞങ്ങളത് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് തിന്നത്. കാരണം നമ്മൾ തിന്നുന്നത് കണ്ടു കഴിഞ്ഞാൽ അവൾ ഓടി വരും കേട്ടോ തട്ടിപ്പറിച്ചെടുക്കാനായിട്ട്. പക്ഷെ അത് തട്ടിപ്പറിച്ച് എടുക്കാൻ പറ്റിയില്ലെങ്കിലും അവൾക്ക് കൊടുത്ത പാല് നല്ല രീതിക്ക് തട്ടിക്കളഞ്ഞ് കോലായിയൊക്കെ നിരത്തിയിട്ടുണ്ട്. പിന്നെ ഞാനതൊക്കെ തുടച്ച് വൃത്തിയാക്കി വീണ്ടും കയ്യൊക്കെ കഴുകി വന്ന് എൻ്റെ ബീട്രൂട്ട് നുറുക്കായിരുന്നു. അന്നേരം ആ ചുട്ടൻ ചെയ്ത ഹോംവർക്കൊക്കെ എനിക്ക് കൊണ്ടുവന്ന് കാണിച്ചു തരുമായിരുന്നു. ആദ്യത്തെ റൂമിലിരുന്ന് പഠിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ആ ചുട്ടൻ്റെ അടുത്ത് ടൈം ടേബിളൊക്കെ നോക്കി എല്ലാം റെഡി ആക്കിയിട്ട് റൂമിൽ പോയിരുന്ന് പഠിക്ക്, അടുക്കളയിൽ കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ അടുക്കളയിലോട്ട് പോയി. പെൺകുട്ടി ആ സമയത്തൊക്കെ സെറ്റിയുടെ മുക്കിക്കിടന്ന് ഉറങ്ങുകയാണ്. അടുക്കളപ്പുറത്ത് ഒരു ചക്കയുടെ കഷ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുട്ടികളെയും പട്ടിയെയും വീട്ടിലും അടുക്കളയിലൊക്കെ ഇഷ്ടംപോലെ പണിയുള്ളതല്ലേ. അപ്പോൾ കെട്ടിയവൻ തന്നെ ചക്കയൊക്കെ വെട്ടി അതിന് ചുളയൊക്കെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല മധുരമൊന്നും ഉണ്ടായിരുന്നില്ല, ഇത്തിരി വെള്ളം ചീമ്പിയ പോലെ ആയിട്ടുണ്ട്.
അപ്പോൾ തിന്നാനായിട്ടൊന്നും പറ്റൂല, അങ്ങനെ വെള്ളം ചിബി ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. ഏട്ടൻ എന്നാലും കുറച്ചൊക്കെ അകത്താക്കിയിട്ടുണ്ട്. ഞാനും ഉണ്ണികളും ഓരോന്നേ കഴിച്ചുള്ളൂ. ബാക്കി ഞാൻ വിചാരിച്ചു നുറുക്കി അങ്ങോട്ട് വേവിച്ച് കഴിഞ്ഞാൽ ചക്കപ്പോ ചക്കപ്പായസോ ഉണ്ണിയപ്പോ എന്തേലുമൊക്കെ ഉണ്ടാക്കാമല്ലോ. ഏട്ടൻ ഉണ്ണിയപ്പം കൊണ്ടുവന്ന് കഴിക്കുമ്പോൾ അച്ചുട്ടൻ പറയുന്നുണ്ട്, അമ്മ ഈ ഉണ്ണിയപ്പം എന്ത് ബലമാണ്, അമ്മമ്മ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം ഉണ്ടാക്കിത്താണ്. അപ്പോൾ അതുപോലെ ഉണ്ടാക്കണമെങ്കിൽ ചക്കയും കൊണ്ട് ഉണ്ടാക്കണം, നല്ല ടേസ്റ്റുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വരുന്നൊരു വ്ളോഗിൽ ചക്ക ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കണം കേട്ടോ. അച്ചുട്ടനെ ആദ്യമേ ഞാൻ റൂമിൽ പഠിപ്പിക്കാൻ ഇരുത്തിയാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കുകയാണ്. അതിപ്പോൾ നമ്മുടെ പപ്പി വന്നതിൻ്റെ ആ ഒരു പുതുക്കല്ലേ, അങ്ങനെ ഉണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പോയി എക്സസൈസ് ചെയ്യുന്നു. അപ്പം ഉണ്ട് രണ്ടും കൂടെ ആ ഹോളിൽ തന്നെ കിടന്ന് എക്സസൈസ് ചെയ്യണു. എന്നാൽ പിന്നെ അവളെ കാണും ചെയ്യാമല്ലോ. അവളാണെങ്കിൽ അവരെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തെ ഹോളിൽ നിൽക്കൂല. ഞാനിങ്ങനെ ഇടയിൽ കണ്ടോ ഇതുപോലെ ഒരു പലക വെച്ചിട്ടുണ്ട്, അവൾ പെട്ടെന്ന് ഇങ്ങോട്ട് ചാടി വരാണ്ടിരിക്കാൻ വേണ്ടി. പക്ഷെ ഇതൊക്കെ അവൾ ചാടിക്കിടക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഏട്ടൻ്റെ അടുത്ത് ഇരുന്നിട്ട് ടി വിയിൽ ഗെയിം കളിക്കുന്നതൊക്കെ കാണുകയാണ്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇങ്ങനെ വന്ന് ഈ ഒരു മരത്തിൻ്റെ പലകയുടെ അവിടെ ഇരിക്കും, അവിടെ നിന്ന് എത്തി നോക്കും. പലക മറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പച്ചരിയിട്ട ബക്കറ്റൊക്കെ വെച്ചേക്കാണ് കേട്ടോ അവിടെ. നേരം തെറ്റിയ പ്രശ്നമുണ്ടോയെന്ന് ഓർത്ത് ചെക്കന്മാർക്ക് എന്നിട്ട് ഞാൻ ചോറൊക്കെ കൊടുത്തു. നമുക്ക് ചോറിന് വെണ്ടയ്ക്ക കൂട്ടാനാണ്, മീൻപുള്ളി പോലെ നമ്മൾ വെക്കാറില്ലേ വെണ്ടയ്ക്ക കൊണ്ട്, അങ്ങനത്തെ കറിയും അതുപോലെ മക്കൾക്ക് സോയാബീൻ വറുത്തതാണ് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട്, അതിൽ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. പിന്നെ 2 കോഴിമുട്ട വെച്ചിട്ട് ഓംലേറ്റ് ആക്കി ഞങ്ങൾക്ക് 4 പേർക്കും അത് ഓരി വെച്ചെടുത്തിട്ടുണ്ട്. അപ്പം അതെല്ലാം കൂട്ടി ഞങ്ങൾ ഊണ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ചക്കയൊക്കെ എടുത്ത് നുറുക്കി അതങ്ങോട്ട് വേവിച്ച് വെക്കാമെന്ന് കരുതി. മക്കൾ പല്ലൊക്കെ തേച്ചിട്ട് അവരെ ഉറങ്ങാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് വിട്ടു. പട്ടിക്കുട്ടിയെ കണ്ടിട്ടേ അവർ ഉറങ്ങാൻ കൂട്ടാക്കണേ ഉണ്ടായിരുന്നില്ല, സ്കൂളിലുള്ളതല്ലേ, അപ്പോൾ ഉറക്കമൊഴിച്ചാൽ ശരിയാവില്ലല്ലോ. അപ്പം ഏട്ടൻ നോക്കാമെന്ന് പറഞ്ഞു ആ പട്ടിക്കുട്ടീനെ. അപ്പം ഞാൻ എൻ്റെ ചക്കയൊക്കെ നുറുക്കി റെഡിയാക്കി എടുക്കുകയാണ് വേവിച്ച് വെക്കാനായിട്ട് കേട്ടോ. പിന്നെ അത് കുക്കറിൽ അങ്ങനെയായിട്ട് വേവിക്കുകയാണ്. അതിലോട്ട് ശർക്കര തോനെ ഉണ്ടായിരുന്നില്ല, 2 അച്ചേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളെപ്പോഴും ഇങ്ങനെ പഴം പുഴുങ്ങ കാണും കൊണ്ട് അധികം ശർക്കര വീട്ടിലുണ്ടാവില്ല. അപ്പോൾ ആ 2 എണ്ണം ഉള്ളതിട്ടിട്ട് ഞാൻ കുക്കറിൽ അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ നാളത്തേക്ക് ചോറ് ആക്കാൻ വേണ്ടി അരി തിളപ്പിച്ച് തെർമോക്കുക്കറിൽ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ 2 വിസിൽ വന്ന് ചക്കയൊക്കെ പാകത്തിന് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും അരിയും പാകത്തിന് തിളച്ചായിരുന്നു. അപ്പോൾ അത് ഞാൻ എടുത്ത് തെർമോക്കുക്കറിൽ കൊണ്ടുവച്ചു. ചക്ക വേവിച്ചത് വേറെ ഒരു ഉരുളിയിലോട്ട് തട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചക്ക വേവിച്ച് വരട്ടിയപ്പോഴാണ് ഞാൻ ഓർത്തത്, എൻ്റെ അമ്മ നല്ല ഒരു ഡപ്പ ചക്ക വരട്ടിയത് തന്നിട്ടുണ്ടായിരുന്നു. അത് അന്ന് അങ്ങോട്ട് ഫ്രിഡ്ജിൽ വെച്ചാണ്. പിന്നെ എനിക്ക് നേരം ഉണ്ടായിട്ടില്ല, ഓർമ്മയുണ്ടായിട്ടില്ല അതൊന്ന് പുറത്തേക്ക് എടുക്കാനും അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാനൊക്കെ കേട്ടോ. അപ്പം ഞാൻ ഈ ചക്കയൊക്കെ നേരെ വയ്ക്കിയപ്പോഴേ ചക്കക്കുരുവൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. സനയില്ലേ ഇപ്പം അടുത്തൊരു വ്ളോഗിൽ ചക്കക്കുരു കൊണ്ട് ഷെയ്ക്കൊക്കെ ഉണ്ടാക്കി, നമുക്കും അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ്റി നോക്കണം എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മ തന്ന ചക്ക വരട്ടിയത് ഇതാണ്. ശരിക്കും ചക്ക വരട്ടി എങ്ങനെ ഉണ്ടാവുക, നല്ല കറുത്ത അലുവ പോലെ ഉണ്ടാവും, നല്ല ടേസ്റ്റാണ് ഇങ്ങനെ തിന്നാട്ടോ. പണ്ടൊക്കെ അമ്മ എടുത്ത് വെച്ചത് പകുതി അമ്മയെ കാണാണ്ട് ഞങ്ങൾ വെറുതെ തിന്നാറുണ്ട്. അപ്പം ഞാൻ ചക്ക വരട്ടിയത് ഇതുപോലെയൊന്നും ആയിട്ടില്ല, നമുക്ക് ഇപ്പോൾ ഫ്രഷായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത്തിരി ഒന്ന് വരട്ടിയെടുത്തിട്ടേ ഉള്ളൂ, നെയ്യൊന്നും കൂട്ടിയിട്ടുമില്ല. ശർക്കരയും ചക്കയും കൂടെയും വേവിച്ചിട്ടേ അത് വെള്ളം വറ്റുന്ന വരത്തേക്കും നല്ലോണം വഴറ്റിയെടുക്കുക. ശേഷം നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചിട്ട് അതിലിട്ടിട്ട് ഇങ്ങനെ വരട്ടി എടുക്കുമ്പോഴാണ് ഇതുപോലത്തെ കറുത്ത കളറിൽ നമുക്ക് ചക്ക വരട്ടിയത് കിട്ടുക കേട്ടോ. വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുക. പക്ഷെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറേ കാലം വെക്കുമ്പോഴത്തേക്കും അതിനൊരു കുഞ്ഞി കാറിച്ചയൊക്കെ വരാൻ സാധ്യതയുണ്ട്. എൻ്റെ അടുക്കളയത്ത് ഏകദേശം എല്ലാ പണിയും ഒരുങ്ങി നങ്ങി മേലട് കഴുകിയിട്ട് വീഡിയോ ഉള്ളതൊക്കെ എഡിറ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് ഞാൻ. പക്ഷെ ഞാൻ ഉമ്മറത്തേക്ക് എത്തിയപ്പോഴത്തേക്കും കൂർക്ക വലിച്ച് ഉറങ്ങിയിരുന്ന ആള് ഉണ്ടക്കണ്ണും കാട്ടി ഇങ്ങനെ നിൽക്കുകയല്ല ഒരു ബോളുമായിട്ട് കളിക്കുകയാണ് കേട്ടോ. ഒരു മൂത്രമൊഴിക്കലും കഴിഞ്ഞായിരുന്നു. അപ്പോഴേ ഞാൻ ഓർത്തു ഇന്നത്തെ എൻ്റെ കാര്യം കട്ട പുകയാണെന്ന്, കാരണം നല്ല ഉഷാറായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത്തിരി നേരത്തിന് അവൾ എന്തായാലും ഉറങ്ങില്ല. ഏട്ടന് പിന്നെ പ്രശ്നമില്ല, ഇപ്പം ഫുട്ബോളൊക്കെ തുടങ്ങിയല്ലേ, എപ്പോഴാ ഉറങ്ങുക എപ്പോഴാ ഉടനെയാണെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു ടൈം ടേബിളിലാണ് ഏട്ടൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനപ്പോൾ അവൾ ഉറങ്ങിച്ചാൽ അവൾക്ക് വിശക്കുമല്ലോ. അപ്പം ഞാൻ അവളുടെ പാലൊക്കെ ഒഴിച്ചിരിക്കുന്ന പാത്രമൊക്കെ ഒന്ന് കഴുകി കൊണ്ടുവന്ന് വെച്ചു. പിന്നെ അവൾ കിടക്കുന്ന ആ ഒരു കൊട്ടയത്തെ തുണിയൊക്കെ മാറ്റി തട്ടിക്കൊട്ടി അതൊക്കെ വിരിച്ച് റെഡിയാക്കി വെച്ചു കേട്ടോ. പിന്നെ അവൾക്ക് കുടിക്കാനായിട്ട് കുറച്ച് പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിങ്കിനെ ഇങ്ങനെ വീഡിയോയിലൊക്കെ കാണിക്കുന്നത് കൊണ്ട് എനിക്ക് ഒരു കുഞ്ഞ് പ്രശ്നം ഉണ്ടായി. അത് സംഭവം വേറെ ഒന്നുമല്ല കേട്ടോ. പ്രശ്നം വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്നാണ് ഇവളെ കൊണ്ടുവന്നതെന്ന്. അപ്പോൾ അവളുടെ ഉണ്ണി പിങ്കീനെ കൊണ്ടുവന്ന സമയത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് വയ്യാഞ്ഞിട്ട്. അപ്പോൾ അവൾ കണ്ടിട്ടില്ല, കൊണ്ടുവന്നതൊന്നും അവൾ കണ്ടിട്ടും അറിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വീഡിയോയിലൊക്കെ ഇൻസ്റ്റയിലും അതുപോലെ യൂട്യൂബിലൊക്കെ ഇവളെ കാണുമ്പോഴത്തേക്കും
അവൾക്ക് സങ്കടമാവുകയാണ് എന്ന് പറഞ്ഞിട്ട് കരയൊക്കെയാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിട്ടാ. കുട്ടികൾ അങ്ങനെ തന്നെയല്ലേ, അവർക്ക് എത്രയായാലും നമ്മൾ കൊടുത്ത ഒരു സാധനത്തിനെ വേറെ എവിടെയെങ്കിലും കാണുമ്പോൾ ഭയങ്കര സങ്കടമായിരിക്കും. അവരുടെ വീട്ടിൽ നിറയെ കുട്ടികളുണ്ടായിരുന്നു. അവറ്റങ്ങളേനെയൊക്കെ ഇങ്ങനെ ഓരോരുത്തർ കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരെയൊന്നും അങ്ങനെ കാണില്ലല്ലോ. എപ്പോഴേലുമൊക്കെ ഒരു ഫോട്ടോ സ്റ്റാറ്റസോ സ്റ്റോറിയോ ഒക്കെ ഇടും